ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്രീസ് വ്ലോഗ്സ്. ഞാൻ ശ്രീകല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തുവാ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു കമൻറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നലെ വിഷു ആയിരുന്നു, 2024 വിഷു. പിന്നെ ഏപ്രിൽ 14 വിഷു എല്ലാം നല്ല അടിച്ചുപൊളിച്ച് ആഘോഷിച്ച്. പിന്നെ സൂപ്പറായിരുന്നു, നല്ല ദിവസമായിരുന്നു. വിഷു മാത്രമല്ല, നമുക്ക് പിന്നെ ചിത്തിര വിഷു എന്ന് പറയും, ചിത്തിര തീർത്ഥം. നമ്മുടെ മലയാള മാസം തുടങ്ങുന്നത് പോലെ തമിഴ് മാസത്തിലെ ആദ്യത്തെ മാസമാണ് ചിത്തിര. ചിത്തിര 1 എന്നല്ല. അപ്പോൾ അത് പുതുവർഷമായതുകൊണ്ട് അതും നല്ല ഗ്രാൻഡായിട്ട് ആഘോഷിക്കും. അത് മാത്രമല്ല, നമ്മുടെ ചെമ്പകവല്ലിയമ്മൻ വലിയ അമ്പലത്തിൽ ഉത്സവം, തേരോട്ടം ഭയങ്കര ഫേമസ് അതൊക്കെയായിരുന്നു. അതുകൊണ്ട് നമുക്ക് രണ്ട് പരമ്പരാഗത രീതിയിലുള്ള ആഘോഷങ്ങളായിരുന്നു. വിളക്കൊക്കെ കത്തിക്കുമ്പോൾ അതിൻ്റെ രാവിലെ അങ്ങ് കണിയുണ്ട്. പിന്നെ ഇവിടുത്തെ സമ്പ്രദായപ്പടി നമ്മൾ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് സ്വാമിയെ കുമ്പിട്ട് അതൊക്കെ കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇന്ന് ഈ 2024 നല്ല രീതിയിൽ ആഘോഷിച്ച്. കുറച്ച് 2 വർഷത്തിന് മുന്നേ നമ്മൾ തിരിഞ്ഞു നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് 2021 ഏപ്രിൽ ആ വിഷു എന്ന് പറയുന്നത് ഭയങ്കര കൊറോണ ടൈമായിരുന്നു. കൊറോണയൊക്കെ വലിയൊരു ആഘാതമാണ് നമ്മളെയല്ല, എൻ്റെ ഫാമിലി അങ്ങനെ ഞങ്ങളെ ബാധിച്ചത്. കൊറോണ ബാധിച്ചതല്ല, കൊറോണയൊക്കെ ഭയങ്കര വലിയൊരു കൂട്ടുകാരൻ എൻ്റെ കൂടെ വന്നങ്ങ് ചേക്കേറി. അപ്പോൾ പിന്നെ ഏപ്രിൽ മാസം ഫസ്റ്റ് ഒരു ചെക്കപ്പ് ചെയ്തായിരുന്നു. ബ്രസ്റ്റിലൊരു മുഴ പോലെ കണ്ടപ്പം ചെറിയൊരു മുഴയെന്ന് പറയാൻ വേണ്ടിയൊന്നും ഇല്ല. അങ്ങനെ ഒരു ചെക്കപ്പിനെല്ലാം പോയിട്ട് ഒരു ടെസ്റ്റ് എടുത്ത് ബയോപ്സിക്ക് കൊടുത്ത് അത് വരാനായിട്ട് ഒരു 13 ദിവസം 12 ദിവസം ആവുമെന്ന് പറഞ്ഞ് റിസൾട്ട് വരാനായിട്ട്. അങ്ങനെ വീഡിയോ ഓടുന്നുണ്ടോ നോക്കുക, ഭയങ്കര ചൂടങ്ങ്. അങ്ങനെ ഒരു 10-12 ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര കഠിനമാണ്. അത് ആ രീതിയിലുള്ള കാത്തിരിപ്പ്, ഓരോ സുഖമുള്ള കാത്തിരിപ്പുകളുണ്ട്. അതല്ല, ഇത് ഇച്ചിരി ടെൻഷനുള്ള കാത്തിരിപ്പ്. അങ്ങനെ വിഷു ഇതുപോലെ 2021 വിഷുവിൻ്റെ തലേന്ന് നല്ല ചൂട് കേട്ടോ. ഫാൻ ഇടുകയെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോയ്ക്ക് എരപ്പ് കാണും. അങ്ങനെ പതിവ് പോലെ റിസൾട്ട് വാങ്ങിക്കാനായിട്ട് ഇവിടുന്ന് ഒരു മനുഷ്യൻ പോയി. മനുഷ്യൻ പോയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ വീട്ടിൽ ഇരുന്ന് ഇനി എന്താവും നമുക്കൊരു പേടിയായിപ്പോയി എന്തുവന്ന്. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്താൽ വിഷുവാണ്. അങ്ങനെ ഇത് നോക്കിയപ്പോൾ ഉണ്ട് രാവിലെ വിഷു. പുള്ളിക്കാരൻ രാത്രി പോയി ടെസ്റ്റിൻ്റെ റിസൾട്ട് വാങ്ങിച്ചുകൊണ്ട് വരിക. അപ്പോൾ റിസൾട്ട് വന്ന് എൻ്റെ കൈ കൊണ്ടൊന്ന് നോക്കി തന്നപ്പോൾ ഉണ്ട് 2nd ഗ്രേഡ് ബ്രസ്റ്റ് ക്യാൻസർ എന്നിട്ടേക്കുന്നു. എൻ്റെ പൊന്നെ, എൻ്റെ എന്തുവോ പറയുന്നില്ല, തലകീഴം അറിയുമല്ലോ ലൈഫ്. എൻ്റെ ഒരു ബ്രേക്കിംഗ് പോയിൻ്റ് എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ജീവിതമേ തലകീഴായിട്ട് മറിഞ്ഞ് നടക്കുന്നത്. അപ്പോൾ ആ വിഷു രാത്രി പിന്നെ ആകെ തകർന്നു പോയി. പിന്നെ ഇവിടുത്തെ അച്ഛൻ എല്ലാവരും വന്ന് എല്ലാവരുടെയും പറഞ്ഞ് പിന്നെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് അപ്പോൾ അമ്മയോട് പറഞ്ഞ് നമ്മന്ന് റിസൾട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെ അതിനേക്കാളും വലിയ കരച്ചിലും വിളിയും ബഹളവും സീനും കുഴപ്പമായി. അങ്ങനെ ആ വർഷത്തെ വിഷു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര, എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കത്തില്ല. വിഷു എന്ന് വെച്ചാൽ എല്ലാവരുടെ മനസ്സിലൊരു ഓർമ്മയുണ്ട്. നമ്മൾ കണി വയ്ക്കണം, കൊന്നപ്പൂ പറിക്കാൻ പോകുന്നത്, കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ, രാവിലെ കൈനീട്ടം വാങ്ങിക്കുന്നത്, അന്ന് സ്കൂൾ അവധിയായിരിക്കും, അങ്ങനെയൊക്കെയുള്ള അതില്ലെങ്കിൽ സ്കൂൾ അവധിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഓർമ്മ. പക്ഷേ ഇപ്പോൾ അതെല്ലാം ഇറേസ് ചെയ്തിട്ട് ഇതങ്ങ് ഫിക്സായി. ഇത് പിന്നെ മായ്ക്കാൻ പറ്റാത്തൊരു ഓർമ്മയായിട്ട് ഇതിങ്ങനെ മനസ്സിൽ നിൽക്കുക. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെ ഉണ്ടെന്ന്. സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഓപ്പറേഷൻ കഴിഞ്ഞു, സർജറി, കീമോ, റേഡിയേഷൻ, അങ്ങനെ അതിൻ്റെ 3 പാർട്ടും കഴിഞ്ഞ് പിന്നെ എന്നെ ചെക്കപ്പ് 6 മാസം 3 മാസം ഫസ്റ്റ് 3 മാസം പറഞ്ഞ് പിന്നെ 6 മാസമായി. അങ്ങനെ ചെക്കപ്പ് 6 മാസം പൊയ്ക്കൊണ്ടിരിക്കുകയോ, കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇന്നലെ ഇടണമെന്ന് വിചാരിച്ചതാണ്. നമ്മുടെ കൂട്ടുകാരൊക്കെ ചോദിക്കുന്നില്ലേ,
അതുകൊണ്ട് ഇത് ഇന്നലെ ഇടണമെന്ന് വിചാരിച്ചു, പക്ഷേ നടന്നില്ല. ഇന്നെങ്കിലും ഇടുന്നതായിരിക്കും. അപ്പം സന്തോഷമായിട്ടിരിക്കുക. ഒരുപാട് അസുഖം കൊണ്ട് ഒരുപാട് പേരുടെ സപ്പോർട്ടും ഒരുപാട് പേരുടെ ഫൈനാൻഷ്യൽ സപ്പോർട്ട്, മെൻ്റൽ സപ്പോർട്ട് എല്ലാം നമുക്കുണ്ടായിട്ടുണ്ട്. അതിനെല്ലാം ദൈവത്തിനോട് താങ്ക്സ് പറയുക. പിന്നെ എല്ലാവരുടെയും സഹകരണം നല്ല, എൻ്റെ കൂട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും നമ്മുടെ ഫാമിലി സപ്പോർട്ടാണെങ്കിലും നല്ല രീതിയിലുണ്ടായിരുന്നു. എല്ലാവരുടെയും കൂടെ പ്രയത്ന ഫലമാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന് നിങ്ങളോട് വീഡിയോ എടുക്കുന്നത്. സന്തോഷമായിട്ടിരിക്കുക. എപ്പോൾ എങ്ങോട്ട് പോയാലും, നാട്ടിലെങ്ങോട്ട് പോയാലും എല്ലാവർക്കും അറിയാം, എല്ലാവരും തിരക്കും, സുഖമായിട്ടിരിക്കുമെന്നും തിരക്കും. ഒരു പ്രത്യേക പരിഗണന ഉണ്ട്. ഇവിടെ ആണെങ്കിലും അത് തന്നെ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എന്തിനാ ദൈവം ഇങ്ങനൊരു ടാസ്ക് നമുക്ക് കൊടുത്തതെന്ന് അറിയത്തില്ല. പക്ഷേ ആ സമയത്ത് ഞാൻ ആശുപത്രിയിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ കൂടെ വേറെ പേഷ്യൻസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ രീതിയിലുള്ള അസുഖങ്ങൾ ബാധിച്ച പലരുമുണ്ട്. അതിൽ ചുരുക്കം ചിലർ ഇല്ല അവരെല്ലാം നമ്മളെ വിട്ടു പോയി, ഓരോരുത്തരില്ല. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം. അയ്യോ ദൈവം നമുക്കൊരു ജാഗ്രതയായിട്ടിരി, നീ ജാഗ്രതയായിട്ട് വേണം ഇനി അങ്ങോട്ട് ജീവിക്കാൻ എന്നും പറഞ്ഞ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ നീ അത് ഓർമ്മിപ്പിക്കുക. നീ കറക്റ്റായിട്ട് ജീവിക്കണം, കറക്റ്റായിട്ട് ഹെൽത്ത് നോക്കണം, നിൻ്റെ കടമകൾ കർത്തവ്യങ്ങളെല്ലാം പെട്ടെന്ന് തീർത്തോണമെന്ന് ദൈവം പറയുന്ന പോലൊരിത് ആയിരിക്കാം. അത് നമ്മളെ ഒന്ന് ഓർമ്മിപ്പിച്ചതായിരിക്കും ഈ അസുഖം കൊണ്ട്. അങ്ങനെ ആ ഓർമ്മ എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. കാര്യം പുള്ളിക്കാരൻ നമുക്ക് NOC ഒക്കെ എഴുതി വെച്ചേക്കുവാന്ന് തോന്നുന്നു. അങ്ങനെ അതനുസരിച്ച് വേണം നമ്മുടെ പ്രവർത്തനങ്ങൾ. ഉള്ള സമയം സന്തോഷമായിട്ടും ഫാമിലിയോടും എല്ലാവരുമായിട്ട് സന്തോഷമായിട്ടും ഒക്കെ ജീവിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. വേറെന്നാ, പിന്നെ അങ്ങനെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ദൈവം നമുക്ക് ആയുസ്സ് നീട്ടി തന്നിട്ടുണ്ട്. ആ ഒരു ഇതുകൊണ്ട് നമ്മളങ്ങ് പോയില്ലല്ലോ, നല്ലതായിട്ടിരിക്കുമല്ലേ. അതിന് ദൈവത്തിന് നന്ദിയുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് വിഷമമുള്ള ഒരുപാട് പേരുണ്ട്. ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു, ദുർഗ എന്ന പേര്. ആ കുഞ്ഞിൻ്റെ മരണം ഭയങ്കര ഷോക്കിങ് ആയിരുന്നു. പിന്നെ വേറൊരു കൊച്ച്, അതൊരു 10-16 വയസ്സുള്ളൊരു കൊച്ച്. ഇവള് 10th എഴുതിയതായിരുന്നു. 10th ആ വർഷമായിരുന്നു എഴുതിയത്. അതൊക്കെ അങ്ങോട്ട് വിചാരിക്കാൻ പറയാം. പിന്നെ ഞങ്ങളുടെ ഒരു അണ്ണനുണ്ടായിരുന്നൊരു പ്രവീൺ, ഓർക്കാനേ പറ്റാത്ത കാര്യങ്ങളൊക്കെ. പിന്നെ വേറെന്തോ കൊറോണ എല്ലാം വന്ന് 1 സെക്കൻഡിൽ മനുഷ്യൻ പോയി. അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ദൈവം നമുക്ക് ഭയങ്കരമായ അവസരങ്ങൾ ഇഷ്ടംപോലെ തന്നുകൊണ്ടിരിക്കുക. അതിന് ദൈവത്തിന് നന്ദി. പിന്നെ റെഗുലറായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെയൊക്കെ ഇട്ട് കാണുമ്പോഴത്തേക്ക് ഞാൻ നല്ലതായിട്ടിരിക്കുമെന്ന് എൻ്റെ വീട്ടിലുള്ളവരും കണ്ടുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ അങ്ങ് പോകാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അവളത് ചെയ്യുന്നു, ഇവളിത് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല, കൊച്ച് നല്ലതായിട്ടിരിക്കുക എന്നൊക്കെ വീട്ടിൽ വിചാരിച്ചോളും. അത് ഇവർക്ക് കൂടെ ഉള്ളതാ. വീഡിയോ കോൾ ചെയ്താൽ നമ്മൾ ആ 1 സെക്കൻഡ് കണ്ടിട്ടങ്ങ് പോവും. പിന്നെ ഇതാവുമ്പോൾ പിന്നെ ആണെങ്കിൽ സൗകര്യം പോലെ ഇരുന്ന് എൻ്റെ കൊച്ചു ഇതുകൊണ്ട് തൂക്കുന്നു, വാരുന്ന്, വീട് കഴുകുന്നു, പാത്രം കഴുകുന്നു എന്നൊക്കെ പറഞ്ഞ് കാണാമല്ലോ. അപ്പം അങ്ങനെയൊക്കെ അത് കണ്ടോളും. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ ലൈഫ് എന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതം എന്ന് വെച്ചാൽ ഭയങ്കര വിലയേറിയതാണ്. നമ്മുടെ ആരോഗ്യം എന്ന് വെച്ചാൽ അതിനേക്കാൾ വിലയേറിയതാണ്. നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം. ഹാപ്പി ആയിട്ടിരിക്കണം. എന്തോ വന്നാലും നേരിടാമെന്നൊരു ചിന്ത ദൈവമുണ്ട് കൂടെ. ദൈവം അറിയാതെ അങ്ങ് തന്നു പോയതാണ് കേട്ടോ. പിന്നെ പുള്ളിക്കാരൻ വിഷമിച്ചു, കൊച്ചിന് കൊടുക്കണ്ടായിരുന്നു, വിഷമിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ആനുകൂല്യങ്ങളൊക്കെ ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് തരുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ ആനുകൂല്യത്തിൽ ഞാൻ ഇങ്ങനെ ജീവിച്ച് സന്തോഷമായിട്ട് ജീവിച്ച് പോകുന്നു. അപ്പോൾ ഈ വർഷത്തെ വിഷു ഇപ്പം എനിക്ക് 2021, 22, 23 മൂന്നാമത്തെ ബർത്ത്ഡേ, ക്യാൻസർ ബർത്ത്ഡേ. അപ്പം മൈ 3rd ക്യാൻസർ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് വേണം ക്യാപ്ഷൻ എഴുതാനുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയേ ഉള്ളൂ. ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തരാനായിട്ടാണ് വന്നത്. നമ്മുടെ കാര്യങ്ങൾ